ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ. 52,700 കോൾ ഓപ്ഷനാണ് ഞാൻ എടുത്തത്. എടുത്തപ്പോൾ തന്നെ ചെറിയൊരു നെഗറ്റീവിലാണ് റൺ ചെയ്യുന്നത്. ഇന്ന് ജസ്റ്റ് ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയിട്ടുണ്ട്. 150 ക്വാണ്ടിറ്റി ആക്കിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ അതാണ് വീഡിയോ ഇല്ലായിരുന്നു. ഇന്നലെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ട്രേഡ് എടുത്തിരുന്നു. ഞാൻ ട്രാവലിങ്ങിലായതുകൊണ്ട് ഞാൻ മൊബൈലിൽ നിന്നാണ് ട്രേഡ് എടുത്തത്. ഒരു ട്രേഡോ 2 ട്രേഡോ മറ്റേ എടുത്തു. പക്ഷേ രണ്ടും ഞാൻ ഞാൻ ഡ്രൈവിങ്ങിലായതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്ത് ജസ്റ്റ് ഒരു 500 റുപ്പീസിൻ്റെയൊക്കെ ഒരു മൂവ് കിട്ടിയപ്പോൾ അപ്പം തന്നെ, കാരണം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസിനെ നമ്മളുടെ കോസ്റ്റിൽ കൊണ്ടുവച്ചു. അങ്ങനെ രണ്ടും നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയാൻ പറ്റില്ല, കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്ത് എന്തോ ഒരു 200 300 അങ്ങനെ എന്തോ ഒരു ഗ്രീനിൽ അത്രേ ഉള്ളൂ. ഒരു ഗ്രീനിൽ എൻഡ് ചെയ്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്നിപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അവധി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ എനിക്ക് ട്രേഡിൽ ലോസ് പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു. സോ അപ്പോൾ അവധിയുടെയും ഇതിൻ്റെയും കൂടെ ലോസ് ബെയർ ചെയ്താൽ പോലും 2 ദിവസത്തെ ലോസും കൂടി ആയിക്കഴിഞ്ഞാൽ പോലും നമുക്കൊരു ഇത് ലോസ് ആണെങ്കിലും നമുക്കൊരു ബെയറബിൾ എമൗണ്ട് ഓഫ് ലോസ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിറ്റി കൂട്ടിയത്. അപ്പോൾ ഇന്നും എൻ്റെ ഒരു ഓവറോൾ കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതല്ല, നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. ഇപ്പം ഏകദേശം ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ക്വാണ്ടിറ്റി വച്ചിട്ട്. R1 റെസിസ്റ്റൻസിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. R1നെ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു R2ൻ്റെ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ വേറൊരു നെഗറ്റീവ് വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഇവിടെ ട്രേഡ് എടുക്കാനുള്ള ചാൻസും പോസിബിലിറ്റിയും ഉണ്ട് R1നെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന കൊണ്ട്. സോ അങ്ങനെ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. ഏതായാലും നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ കൊടുത്തേക്കാം. ഈ ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസായിട്ട് ആക്ട് ചെയ്യുക. ഒരു 100 പോയിൻറ്റ്സിൻ്റെ എക്സാക്ട്ലി വേണമെങ്കിൽ. ഓക്കെ, ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ് ട്രേഡേഴ്സ്. ഓക്കെ, കൂടെ നീക്കി വെച്ചാൽ കറക്റ്റ് എക്സാക്ട്ലി കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത്. ടാർഗറ്റ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ എബോവ് R1 റെസിസ്റ്റൻസിൻ്റെ അവിടം വരെ വേണമെങ്കിൽ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. പക്ഷേ വേണ്ട, ആസ് എ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ട്രേഡ് എന്ന രീതിയിൽ നമുക്ക് നമ്മളുടെ കോസ്റ്റിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ലെവലിൽ തന്നെ നമുക്ക് ഇറങ്ങാവുന്നതാണ്. ഇപ്പം നമുക്ക് എഗ്നിസ്റ്റാണ് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിൽ കണ്ടില്ല, അതിൻ്റെ ഹൈയെ മാർക്കറ്റ് മേളിലേക്ക് വന്ന് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. സോ ഇന്നിപ്പം ഒരു ട്രേഡേ എടുക്കത്തുള്ളൂ. കാരണം പിന്നെ മാർക്കറ്റ് പിന്നെയും ഒരു ലോസും കൂടെ വന്നു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുതലല്ലേ, അല്ലെങ്കിൽ പിന്നെ ചെറിയ ക്വാണ്ടിറ്റി വല്ല എടുക്കേണ്ടി വരും. നോക്കാം, ഏതായാലും മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഏതായാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിടാം. നമുക്ക് 38 പോയിൻറ്റ്സിൻ്റെ കൊടുക്കണ്ട, 524 525 ട്രിഗർ പ്രൈസും കൊടുത്തേക്കാം ട്രേഡേഴ്സ്. ഓക്കെ, നമുക്കിന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആൻഡ് ട്രേഡേഴ്സ് ഇനി ഏതെങ്കിലും ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം താങ്ക്